ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോം സ്റ്റേസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷം ഒരു കുട്ടി വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് എന്നാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, കുറേ മുമ്പ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസത്തെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ, കുറേ ദിവസത്തെ വീഡിയോ ഒക്കെ കൂടെ കോർത്തിണക്കിയിട്ടൊരു വീഡിയോ ആക്കിയതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ മുന്നിൽ കുറേ നാളെ വന്നിട്ട്, അപ്പോൾ ഏതായാലും കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആക്കി വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് റെസിപ്പി ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല, ഇന്ന് കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും കടലക്കറിയായിരുന്നു. പിന്നെ ലഞ്ചിന് നല്ല നെയ്യുള്ള നല്ല വലിയ മത്തി, നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ചട്ടിയിൽ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇത്. ഇവിടുത്തെ ഒമാൻ മത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നല്ല ടേസ്റ്റാണ് മത്തി. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പിന്നെ ഈ ഇൻഡസ് വാലിൻ്റെ 3 പ്രൊഡക്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ, ഞാനത് പരിചയപ്പെടുത്തരാവേ. ഇൻഡസ് വാലി നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും ഇൻഡസ് വാലിൻ്റെ അധികവും പ്രോഡക്റ്റും എൻ്റെ അടുത്തുണ്ട്. അവർ ഒരു പ്രൊമോഷൻ രീതിയിൽ അവർ അയച്ചു തരുന്നതാണ്, പക്ഷേ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക, അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പം എനിക്ക് വന്നത് 2 അടി കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രം, പിന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നൊരു പാത്രമാണ്. അപ്പോൾ ഒന്നിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കി, പിന്നെ ഒന്നിൽ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് സ്റ്റീലാകുമ്പോൾ നമുക്കിങ്ങനെ വഴട്ടാനും എന്നൊക്കെ നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ, നല്ല ഹെൽത്തി കുക്ക് വെയറും കൂടി ആകുമ്പം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് indusvalley.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ബിന്ദു രാജേഷ് എന്നുള്ളൊരു കോഡ് കൊടുക്കുക. അവിടെ ഒരു കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച സാധനങ്ങളിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മളെ കാര്യത്തിലോട്ട് വരാം. ഞാനിന്ന് അണ്ടർ സിങ്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഡംപായി കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോഴാണ് കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്തതും ഞാൻ കുറേ നാളായിട്ട് തിരഞ്ഞിട്ട് കാണാത്തതും ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനവിടെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി, പിന്നെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടു. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം അല്ലെങ്കിലും എനിക്ക് എൻ്റെ കിച്ചണിൽ ഞാൻ മുന്നേ ഒക്കെ കുറേ കിച്ചൺ ടൂർ വീഡിയോയും പിന്നെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ അധികം സാധനങ്ങൾ ഉപയോഗിക്കുന്നതല്ല. അത്യാവശ്യത്തിന് വേണ്ടിയുള്ള പാത്രങ്ങളും അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സാധനങ്ങളാകുമ്പം ക്ലീനിങ്ങിനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെച്ചാൽ എനിക്ക് ഇവിടെ മുകളിൽ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു ഇതുണ്ട്. സ്റ്റോർ റൂം അല്ല, ആക്ച്വലി ഒരു ബെഡ്റൂമാണ്. അപ്പം അത് ഞാനിങ്ങനെ ഒരു സ്റ്റോർ റൂം പോലെ, അതായത് ആവശ്യമില്ലാത്ത ഇപ്പം എപ്പോഴെപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത റൂം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ എന്നാൽ വല്ലപ്പോഴും വേണം തോന്നുന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചാൽ മതി, ഒരു ബോക്സിലാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ പിന്നെ എല്ലാം കൂടി ഇങ്ങനെ കിച്ചണിൽ നിരത്തി വെക്കുമ്പം നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഞാനങ്ങനെ ആട്ടോ ചെയ്യല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ല ഈസിയാണ് ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്, പിന്നെ അത് കുറേ നാളായിട്ട് തൊടാത്തതുകൊണ്ടൊക്കെ നല്ല പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാദ്യം അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ തുടച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ വലിയൊരു പാത്രം ഉണ്ടല്ലോ, ഇത് ഹാൻഡ് വാഷാണ്. നമ്മൾ ശരിക്കും പറയുന്നത് ഈ ഹാൻഡ് വാഷിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വന്നത് നമ്മൾ ഈ കൊറോണൻ്റെ സമയത്തല്ല. അല്ല, ഹാൻഡ് വാഷ് നമ്മൾ യൂസ് ചെയ്യും, എന്നാലും ഈ സാനിറ്റൈസറും ഹാൻഡ് വാഷൊക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്താണല്ലോ. ഒരുമിച്ച് വാങ്ങിച്ച് വെക്കുക ചെയ്യല്ല. ഇങ്ങനെ ഹാൻഡ് വാഷ് എന്നിട്ട് തീരുന്നതനുസരിച്ച് ബോട്ടിൽ ഫില്ല് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് മറ്റേ ഇതാണ്, ഡിഷ് വാഷ് ലിക്വിഡില്ലേ, അത് ഇവിടുത്തെ ഒമാൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ, ബഹാർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതെനിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇപ്പം ഉള്ളിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ഹോളില്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ അവിടെ നിന്ന് കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു യൂസ് ചെയ്യാൻ. പക്ഷേ എന്നാലും കുറച്ച് നാളിനി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ അതൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല നീറ്റായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും അലങ്കോലാവും കേട്ടോ. കാരണം നമ്മളെപ്പോഴും തിരക്കിട്ട് എടുക്കുന്ന സമയത്ത് തിരിച്ചങ്ങോട്ട് വെക്കുമ്പോൾ അതേപോലെ അടുക്കി പെറുക്കി വെക്കുന്നില്ലല്ലോ, വേഗം അവിടെ ഇട്ടിട്ട് പോവുകയല്ലേ ചെയ്യാം. പിന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളുണ്ട് ഇങ്ങനെ കെട്ടി വെച്ചത്. അതെന്താ പറയുക, ഞാൻ ഫ്രീസറിൽ മീനും ചിക്കനൊക്കെ വെക്കുന്ന ബോക്സാട്ടോ. അതിവിടെ തേങ്ങ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. ചെറിയ തേങ്ങ ഞങ്ങൾ വാങ്ങിക്കാം, അന്നേരം കിട്ടുന്ന ബോക്സാണ്. കണ്ടോ, ഇതേപോലെ ഞാൻ വെക്കാം. മീനും ചിക്കനൊക്കെ ഇങ്ങനെ ബോക്സിൽ വെച്ചിട്ട് അതിൽ നിറച്ചും വെള്ളം നിറച്ച് വെക്കും. വെള്ളം നിറച്ച് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എന്നും ഫിഷും മീനൊന്നും ചിക്കനൊന്നും വാങ്ങൂലല്ലോ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക ചെയ്യാം. അങ്ങനെ ആകുമ്പം ഒരാഴ്ചയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതിൻ്റെ മുകളിലത്തെ തട്ടിൽ ഞാൻ പതിവ് പോലെ ഞാൻ പിന്നെയുള്ള വീട്ടിലൊക്കെ കാണിച്ചിട്ടില്ല, കടല, ചെറുപയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സോക്ക് ചെയ്തിട്ട് ബോക്സിലാക്കി വെച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സാണ്. അപ്പോൾ ഞാൻ ഈ മീനിൻ്റെ ബോക്സൊക്കെ ഞാനവിടെ സിങ്കിൻ്റെ അടിയിലാണ് വെക്കുക.
പിന്നെ ഇത് അന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വൻപയറൊന്ന് ഒരു തോരൻ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകലും പരിപാടിക്ക് ഇനി ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെക്കലും പിന്നെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും അങ്ങനെയുള്ള കുറച്ച് പണിയൊക്കെയാണ്. അപ്പോൾ എനിക്ക് പാത്രം കഴുകുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ എടുത്ത് വെക്കൽ. കാരണം ഓരോന്നും ഓരോ സ്ഥലത്തല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നമ്മളിപ്പോൾ ഈ വാച്ചൊക്കെ കെട്ടിയാലുണ്ട്, സ്മാർട്ട് വാച്ചൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൗണ്ട് നോക്കുമ്പോൾ അറിയാം പാത്രം കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സ്റ്റെപ്സ് ആയിട്ടുണ്ടാവും. കാരണം പല വഴിക്കാണ് പല സാധനങ്ങളും വെക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് അതൊരു ചൊറിഞ്ഞ പണിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ. എന്തായാലും ആ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ ഞാനൊരു ലോഡ് വാഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വിരിക്കാൻ പോവാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡിലാണ് കേട്ടോ, ഞങ്ങൾ വീട്ടിൻ്റെ കിച്ചണിൽ നിന്ന് തുറക്കുന്ന ഡോറ് ബാക്ക് സൈഡിലാണ് ഞങ്ങൾക്ക് ഇവിടെ അയലുള്ളത്. ഭയങ്കര വെയിലായിരിക്കും. അതിൻ്റെ സൈഡിലൊന്നും മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ എടുക്കും. ഞാനിപ്പം ഓഫീസിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ വൈകിട്ടാട്ടോ വീട്ടിൽ പുറത്ത്, അല്ലാന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കൊക്കെ അത് പിന്നെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും, അത്രയും വെയിലാണ്. അപ്പോൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ പിന്നെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണങ്ങുമ്പം പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ വാഷിങ്ങിന് ഇതേപോലെ ഇന്ന ദിവസം വാഷ് ചെയ്യുക എന്ന ദിവസം അങ്ങനെയൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എൻ്റെ അടുത്തൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ട്, അത് ഏകദേശം ഒന്ന് ആയെന്ന് തോന്നുമ്പോൾ ഞാൻ വാഷ് ചെയ്യും. ശരിക്കും ഉണ്ടല്ലോ ഈ ലോണ്ട്രി റുട്ടീൻ അല്ലെങ്കിൽ ക്ലീനിങ് റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന ദിവസം അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ പണ്ടൊക്കെ ഈ എന്താ പറയുന്ന ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെൻറ്റൊക്കെ തുടങ്ങി ആ ഒരു സമയത്താട്ടോ അതൊക്കെ. പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്കെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് വരും. ഈ ലോണ്ട്രി ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ വാഷ് ചെയ്യുക, പിന്നെ ക്ലീൻ ചെയ്യണം തോന്നുമ്പോൾ ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷേ റൂട്ടീനുള്ളത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിനനുസരിച്ച് പോകാം. പക്ഷേ അതൊക്കെ നമ്മൾ സൗകര്യമാണ്. നമുക്ക് എങ്ങനെയാണോ നമുക്ക് നമ്മുടെ ഡേയ്സ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹോം മാനേജ്മെൻറ്റ് എങ്ങനെയാണോ നമുക്ക് ഈസിയാക്കാൻ തോന്നുന്നത് അതിനനുസരിച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിനും നമ്മളങ്ങനെ പെർഫെക്റ്റ് ടൈമും ഷെഡ്യൂളും ഒന്നിട്ട് പോകണം എൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്ന് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി വന്നു. അപ്പോൾ ഇതാ നല്ല മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇഷ്ടം പോലെ മുരിങ്ങയില ഉണ്ടാവും കേട്ടോ. മുരിങ്ങയില മാത്രമല്ല, മുരിങ്ങക്കായും ഉണ്ടാവും. ഇഷ്ടംപോലെ മുരിങ്ങമരമുണ്ട്. ഞാൻ പണ്ട് പഴയ ഫ്ലാറ്റിലിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിരുന്നേ ഒരാണ്ട് മുരിങ്ങ എന്ന് പറയില്ല, അതായത് 1 ഇയർ കഴിയുമ്പോഴത്തേക്കും മുരിങ്ങ ഉണ്ടാകുന്ന. അപ്പോൾ കുറേ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഫ്ലാറ്റിലാണെങ്കിൽ മണ്ണില്ല, ഫുൾ ടൈൽസാണ് മുറ്റമൊക്കെ. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, നല്ല ഇലയായിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഞങ്ങളെ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒമാനീൻ്റെ വീട്ടിലെ മുറ്റത്ത് കണ്ടോ, അതൊരു ഒമാനീൻ്റെ വീടാണ്. എത്രയാണ് മുരിങ്ങക്കായ ഉണ്ടായിരിക്കുന്നത് നോക്കിയാൽ. ഇഷ്ടം പോലെ അവരാണെങ്കിൽ ഇഷ്ടം പോലെ പറിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അവർ വേണമെങ്കിൽ പറിച്ചു തരും നമുക്ക്. അത്രയും ചിലർ അങ്ങനെ നല്ല ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കതുകൊണ്ട് മുരിങ്ങയിലേക്ക് ഒരു ക്ഷാമവും ഇല്ല, നല്ല ഇഷ്ടം പോലെ കിട്ടും. ഇലയും കായൊക്കെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നൊക്കെ കാണാൻ ചിലപ്പം. അപ്പോൾ ഇതാ വൻപയർ ഇപ്പം മറ്റേതിൽ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ പൊക്കൂല എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് വറവൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതും ഒരു കട്ടൻ ചായയും രാജേട്ടന് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ശർക്കരയും ഇഞ്ചി ചതച്ചിട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് പഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ ഡിന്നറും ഒക്കെ കൂടെ ഇതിങ്ങനെ അങ്ങോട്ട് തീരും. ഇപ്പോൾ കുറച്ച് വൻപയറും പിന്നെ ഒരു പഫ്സിൻ്റെ നല്ല ഹെവിയാണല്ലോ. അപ്പോൾ ഇത്രയധികം എന്തിനാണെന്ന് വെച്ചാൽ ഞാനും അനിയത്തി ഫാമിലി ഇവിടെ ഉള്ളത് അറിയാമല്ലോ അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ രാത്രിയാണെങ്കിൽ അവൾ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നത് അനിയത്തി. നല്ല അടിപൊളി സൂപ്പായിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. കുറേ ഇങ്ങനെ സ്വീറ്റ് കോണും പിന്നെ ചിക്കനും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു സൂപ്പ്. അപ്പോൾ എന്തായാലും ഡിന്നറൊക്കെ നല്ല കുശാലായി. പിന്നെ അനിയത്തിയും ഫാമിലി ഇപ്പോൾ 1 വർഷമായിട്ട് അവിടെ വന്നിട്ട് ഞാനതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് അവരെ വീഡിയോയിലൊക്കെ. പിന്നെ ഇത് അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ അവൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ട്യൂബിലുണ്ടെന്ന് പറഞ്ഞപ്പം അനിയത്തിക്ക് ഇഷ്ടമല്ല ഇടാൻ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് സോപ്പിടാൻ. എൻ്റെ സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. അപ്പോൾ അവൾ ഇങ്ങനെ ഇട്ടുതരുന്നത് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ ചിട്ടോ എന്ന് പറഞ്ഞ് കൈ നീട്ടി കൊടുത്താണ്. പിന്നെ ഇത് ഞങ്ങൾ വേറൊരു ദിവസം ഞങ്ങളെല്ലാവരും 2 ഫാമിലിയും കൂടെ ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം ഒരു ട്രാവൽ വ്ളോഗായിട്ട് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇപ്പം അങ്ങനെ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല കുറച്ച് നമുക്കിവിടുന്ന് ഒരു 1.5 hour ഡ്രൈവ് ചെയ്തിട്ട് പോകുന്ന ഒരു ബീച്ചാണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ. ഫുഡൊക്കെ ഞാൻ ഫ്രൈഡ് റൈസും അവൾ ബട്ടർ ചിക്കനും ഉണ്ടാക്കി.
എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിച്ചു. നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കിയത് കേട്ടോ. കുറേ നാളായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോയാലോ, അതുകൊണ്ട് ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. കുറേ പേര് എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് എവിടെ പോയി ചേച്ചി എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പറ്റുന്ന പോലെ വരാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.